നാനോയുടെ സൈഡ് മിററിൻ്റെ ഈ ഭാഗം പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു പ്ലാസ്റ്റിക് പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഇതൊന്ന് തട്ടിയപ്പം അത് റോഡിൽ വീണ് പോയി. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ നമ്മൾക്ക് സ്വന്തമായിട്ട് എങ്ങനെ ചെയ്തെടുക്കാം എന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗം നല്ല രീതിയിൽ നല്ലപോലെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. വെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ ക്ലീൻ ആക്കിയ ശേഷം നമ്മൾക്ക് ഇവിടെ വയ്ക്കുവാനായിട്ട്, ഇവിടെ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാനായിട്ട് നമുക്ക് പഴയ ചെരുപ്പിൻ്റെയൊക്കെ ഒരു റബ്ബറിൻ്റെ പീസ് എടുക്കുക. അതൊരു നല്ല രീതിയിൽ എംസിയിൽ തേച്ചെടുക്കുക. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗമ്മാണെങ്കിലും മതി. ഞാൻ എടുത്തിരിക്കുന്നത് എംസിയിലാണ്. നമ്മൾക്ക് ഇവിടെ വയ്ക്കാൻ പോകുന്ന ഒരു ഷീറ്റ് നമുക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാൻ ഇവിടെ യാതൊരുവിധ മാർഗ്ഗവുമില്ല. അത് കാരണം നമ്മൾക്ക് റബ്ബറിൻ്റെ ഒരു പീസ് വയ്ക്കുക. ഞാനിപ്പോൾ റബ്ബറിൻ്റെ പീസ് അവിടെ അമർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ എംസിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് കാരണം ഒരു 5-10 മിനിറ്റ് ശേഷമേ ഇത് ഉണങ്ങത്തുള്ളൂ. അപ്പോൾ ഈ ഭാഗം കവർ ചെയ്യാൻ വേണ്ടി ഞാൻ അലുമിനിയത്തിൻ്റെ ഒരു ഷീറ്റ് കട്ട് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് പഴയ ഏതെങ്കിലും ബോട്ടിലുകൾ, സ്പ്രേ ബോട്ടിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അലുമിനിയത്തിൻ്റെ ഷീറ്റ് മതി. അത് ഈ ഭാഗത്ത് നമ്മൾക്ക് ഈ രീതിയിൽ വെച്ച് സ്ക്രൂ ചെയ്യാൻ പാകത്തിന്. ഇപ്പോൾ നമ്മളെ അകത്ത് വെച്ച് ആ റബ്ബർ പീസിൽ കൃത്യമായിട്ട് നമുക്ക് സ്ക്രൂ ചെയ്ത് വയ്ക്കാൻ പറ്റും. പിന്നെ ഇത് അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഇതൊന്ന് ബെൻഡ് ചെയ്തെടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. വെറും സിസർ ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ ആ പീസ് അവിടെ കെട്ടി വെച്ചിട്ടുണ്ട് ഉണങ്ങാൻ വേണ്ടി. ഇനി നമ്മൾക്ക് പെയിൻ്റ് അടിച്ചെടുക്കാം. എപ്പോഴും പെയിൻറ്റ് മാറ്റ് ഫിനിഷ് എടുക്കുക. ഗ്ലോസി ആണെങ്കിൽ അത്ര കാണാനൊരു രസം ഉണ്ടായിരിക്കത്തില്ല. അതെപ്പോഴും ഒരു തിളക്കം പോലെ ഇരിക്കും. അപ്പോൾ മാറ്റ് ഫിനിഷിൻ്റെ സ്പ്രേ പെയിൻ്റ് അടിച്ച് നമ്മൾക്ക് ഈ പീസിനെ നല്ല രീതിയിൽ ആക്കിയെടുക്കാം. നിങ്ങൾ വേറെ ഏതെങ്കിലും കളറാണെങ്കിൽ നിങ്ങൾക്ക് ആ കളറ് വാങ്ങി അടിച്ചാൽ മതി. അപ്പോഴിപ്പം ഈ റബ്ബർ പീസ് ഉണങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഉണങ്ങാൻ വെച്ച പീസും നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. ഞാനൊരു 2-3 കോട്ട് അടിച്ചായിരുന്നു. ആ സ്ക്രൂവിനടക്കം പെയിൻ്റ് അടിച്ചു. ഇനി നമുക്ക് അവിടെ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാം. ഇപ്പോഴും ഞാൻ ആ റബ്ബർ പീസിലോട്ട് നമ്മളുടെ ഈ ഉണ്ടാക്കിയെടുക്കുക അലുമിനിയം പീസ് സ്ക്രൂ ചെയ്ത് അവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ മാറ്റങ്ങളൊന്നുമില്ല. നല്ല പെർഫെക്റ്റായിട്ട് മാച്ചായിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ള ഭാഗങ്ങളിലും ഈ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്.